കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസുകാർ വീട്ടിൽ നിന്നും പോയതിനു ശേഷം നീതു അകത്ത് വന്നിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ചേട്ടനും അവളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും എന്താ എന്നെ തല്ലണം തോന്നുന്നുണ്ടോ? ഒന്ന് തല്ലി നോക്ക്, അല്ലെങ്കിൽ എപ്പോഴും കയ്യൊങ്ങി വരുമായിരുന്നല്ലോ. എന്നെ ഒന്ന് അടിച്ചു നോക്ക്, അപ്പോൾ ഈ നമ്പറിലേക്ക് കോൾ പോവും. അഖിൽ ചന്ദ്രൻ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. അവൻ്റെ ഒരു ആങ്ങള കളിക്കല് എന്ന് അഖിലിനോടായി പറഞ്ഞുകൊണ്ട് അച്ഛനോട് എനിക്കൊരു പരാതിയില്ല, പക്ഷേ ഇവരുടെ വാക്കും കിട്ട് ഹരീഷിൻ്റെ കടയിൽ പോയി ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാളുണ്ടല്ലോ എന്നവൾ പറയുമ്പോൾ ഇല്ല, ഇനിയൊന്നും ഉണ്ടാക്കില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുന്ന അമ്മയോടായി എന്താ ഇങ്ങനെ നോക്കുന്നേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ നിങ്ങൾ എന്നെ പറ്റത്. അപ്പോൾ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാ. എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എന്നെ ശല്യം ചെയ്യാതിരുന്നാൽ ഞാനും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. നീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഒരു അമ്പലപ്പോടെ ഇരിക്കുകയാണ് ഹരീഷ്. വാവ്, ശരിക്കും കീടു പരിപാടിയല്ലേ ചെയ്തത് എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. അതിനുശേഷം എന്നോടുള്ള പെരുമാറ്റം കാണണം. എന്തൊരു ഒതുക്കാണെന്നറിയോ? ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകാൻ വരെ തുടങ്ങി. ഹരീഷ് നോക്കിക്കോ, ഇനി നമ്മുടെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നീതു പറയുമ്പോഴേക്കും ഹരീഷ് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ പോട്ടെ എന്നവൾ പറയുമ്പോൾ എന്താ ഹരീഷേട്ടാ, നീതുവിനെ കൊണ്ടുവിട് എന്ന് ടിറ്റോയും പറയാണ്. അത് വേണ്ട, ഇന്നലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്നിവൻ്റെ കൂടെ ബൈക്കിൽ ചെന്നിറങ്ങിയ അവർ വീണ്ടും ടെൻഷനാവും. അതുകൊണ്ട് നാളെ കൊണ്ടുവന്ന് വിട്ടാൽ മതി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിഷമിപ്പിക്കാം എന്നും പറഞ്ഞ് നീതുവും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിനിടയിൽ ഹരീഷ് കാര്യങ്ങളൊക്കെ അവരോടായി പറയുന്നുണ്ട്. എല്ലാവരും ചിരിക്കുമ്പോഴേക്കും എന്നാലും നീതു കൊള്ളാലോ ഹരീഷേട്ടാ, പോലീസുകാരെ പേടിച്ച് ഇനി അവരുടെ വീട്ടുകാർ അനങ്ങൂല എന്ന് നികേഷ് പറയുമ്പോൾ അതേടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പേഴ്സണൽ നമ്പർ വരെ കൊടുത്തിട്ടാ ആ SI പോയത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി കൊടുത്തത് ഇത്തിരി കൂടിപ്പോയി എന്ന് സുഭാഷ് ചേട്ടൻ പറയുമ്പോൾ എന്ത് കൂടിപ്പോയിന്ന്? അവളെ അത്രയും ടോർച്ചർ ചെയ്തിട്ടാ അവൾ അങ്ങനെ ഒരു പരാതി കൊടുത്തത്, അതുറപ്പാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാലും ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. അപ്പോഴേ പോലീസിനെ വിളിച്ച് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ വീട് വിട്ടിറങ്ങി വരേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് നിധിയും ടെൻഷനോട് പറയുന്നുണ്ട്. നീതുവിൻ്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ. പോലീസ് നിധി പറയുന്നത് കേൾക്കോ, നിധിയുടെ അച്ഛൻ പറയുന്നത് കേൾക്കോ? പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നാലോ ജോലിക്ക് പോകാൻ പറ്റുമോ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ സുധീഷും പറയുന്നുണ്ട്. എന്നാലും നീതു വിചാരിച്ച പോലെ നല്ല കേട്ടോ. ഹരീഷിൻ്റെ കൂടെ ജീവിതം തുടങ്ങുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനല്ലേ അവൾ എത്രയൊക്കെ ചെയ്തത്. അവളെ നീ ഒരിക്കലും കൈവിടരുത് ഹരീഷേ, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് നിധി പറയുമ്പോൾ ഹരീഷും അവളെ നോക്കിച്ചിരിക്കുന്നുണ്ട്. അത് കേട്ട് സുധീഷും അത് ശരിയാ, എന്നെ വിശ്വസിച്ചല്ലേ നിധി എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു കാരണവശാലും ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ ഉപേക്ഷിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെ നോക്കുമ്പോഴേക്കും നിധിയും അവനെ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് അവൻ ചുറ്റുള്ളവരെ നോക്കുന്നുണ്ട്. എല്ലാവരും അവനെ തന്നെ നോക്കുന്നത് കണ്ട് അയ്യോ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിൽ പറഞ്ഞ് അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ എന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ആ പോക്ക് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും പിന്നെ അമൃത്തെത്തിയ സുധീഷ് അങ്ങോട്ടൊന്ന് എത്തി നോക്കുന്നുണ്ട്. ഈശ്വര, കുഴപ്പമായോ എന്ന് ചിന്തിച്ച് നോക്കുന്നവൻ നിധി ചിരിക്കുന്നത് കണ്ട് ചിരിക്കാണോ? അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇഷ്ടമായി, എനിക്കത് മതി എന്നും പറഞ്ഞ് ആശ്വാസത്തോടെ നെടുവേർപ്പെടുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ ഉമർത്തിരുന്ന് പാട്ട് പാടിക്കൊണ്ട് നഖം മുറിക്കാൻ അച്ഛൻ. നിധിയും അങ്ങോട്ട് വന്ന് അത് നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് അവളെ കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ചീത്ത വിളിക്കാൻ പോവാണോ? പിള്ളേരെ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വിളിച്ചാൽ വിളിക്കില്ല, അതുകൊണ്ട് തന്നെ ചീത്ത വിളിച്ചേക്കാന്ന് കരുതി വന്നതാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്നവളും പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ആയാലും എന്താ ചീത്ത വിളിച്ചുകൂടാന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ചൊവ്വാഴ്ച ഇങ്ങനെ ഇരുന്ന് നഖം വെട്ടരുത് എന്നവളും പറയുന്നുണ്ട്. എനിക്കിന്നേ ഒഴിവ് കിട്ടിയുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ ബാക്കി എല്ലാ ദിവസവും പണിയാണല്ലോ എന്നവളും പറയുന്നുണ്ട്. എനിക്ക് പണി ഉണ്ടാവും ഇല്ലാതിരിക്കും, അതിന് നിനക്കെന്താ? അത് വീടിന് ദോഷമായോണ്ട് പറഞ്ഞതാ എന്നവൾ പറയുമ്പോൾ വീട്ടിൽ ഇതിൽ കൂടുതൽ എന്ത് ദോഷം വരാനാ? ചൊവ്വാഴ്ച ദിവസം എൻ്റെ നഖം മണ്ണിൽ വീണാൽ ഈ വീട്ടിന് കുഴപ്പമാണെങ്കിൽ അങ്ങനെ ആവട്ടേന്നേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. വീട്ടിന് ദോഷം വരുത്തരുതെന്ന് കരുതി പറഞ്ഞതാ എന്നവളും പറയുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ തനിക്ക് അളവികൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നേ? കൊച്ചു പെണ്ണാണെന്നാ ഞാൻ കരുതിയേ. ഇതിപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല അല്ലേ എന്നച്ഛൻ പറയുമ്പോൾ ബസ് വന്നതാ, ഞാൻ കയറിയില്ല എന്നവളും പറയുന്നുണ്ട്. വെറുതെ അല്ല ഇങ്ങനെയായേ എന്നച്ഛൻ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നവളും പറയുന്നുണ്ട്. ചോദിക്കണ്ട എന്നച്ഛൻ പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കും എന്നവളും പറയാണ്. ചോദിക്കണമെന്ന് നീ എന്തായാലും തീരുമാനിച്ചു, അപ്പം പിന്നെ ചോദിക്ക് എന്ന് അച്ഛൻ പറയുമ്പോൾ ഇവിടെ എല്ലാവരുടെയും അച്ഛനല്ലേ നിങ്ങൾ എന്നവൾ ചോദിക്കുമ്പോൾ അത് ഈ ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോഴാണോ നിനക്ക് മനസ്സിലായത് എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പെരുമാറ്റവും കണ്ടില്ല എന്നവൾ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ വേണ്ടേ? അവരെ ഓരോരുത്തരെയും എൻ്റെ പുറകിലിരുത്തി ആന കളിക്കണോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ഇതുവരെ കല്യാണം ശരിയായില്ല, ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി അതങ്ങ് നടത്തിക്കൂടെ? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാ എൻ്റെ ചേട്ടനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തി കൊടുത്തത് എന്നവൾ പറയുമ്പോൾ അതേ അച്ഛനാ ഒരു കോന്തനെ കണ്ടെത്തി നീ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ച് നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നും കൂടി കൂട്ടിപ്പറയി എന്ന് അച്ഛനും പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യം വിട്, നിങ്ങളൊരു നല്ല അച്ഛനാണല്ലോ, എങ്കിലേ സുഭാഷ് ഏട്ടനെ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തി കൊടുത്തൂടെ എന്നവൾ ചോദിക്കുമ്പോൾ
മോളെ, ഒരു നല്ല അച്ഛൻ എന്താണെന്നറിയോ? വഴിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടു വന്നാലും പ്രേമിച്ച് കല്യാണം നടത്തിയാലും ഇനി നേരെ തന്നെ വിവാഹം നടത്തിയാലും എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്ന ആളാവണം. അതാണ് മൈസെൽഫ് ഭാസ്കരൻ. അവനിങ്ങനെ പന പോലെ വളർന്നിട്ടും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവൻ്റെ കുഴപ്പമല്ലേ, എൻ്റെ കുഴപ്പമാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകനെ പ്രേമിച്ച് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് കരുതുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുക്കല്ലേ വേണ്ടത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, അല്ല നിനക്കെന്താ അവനോട് ഇത്ര കെയറിങ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, സുഭാഷ് ചേട്ടനും കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നാൽ നല്ലതല്ല, അതോടെ നാട്ടുകാരുടെ വായെടുക്കാലോ എന്ന് അവൾ പറയുന്നുണ്ട്. നീ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് ഇത് വെറും ഒരു വീടല്ല, കൊലപ്പള്ളി ഭാസ്കരന്റെ വീടാ. ഞാൻ കല്യാണം ആലോചിച്ച് ചെന്നാൽ വല്ലതും നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല നീ എന്തിനാ ഇത്ര ഭാരമുള്ള കാര്യമൊക്കെ ആലോചിക്കുന്നേ? ദിവസവും ജോലിക്ക് പോകുന്നില്ലേ? അവിടുത്തെ കാര്യമൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നൂടെ? കുറച്ച് ഡിസൈനൊക്കെ വരച്ച് സ്വന്തം കഴിവ് തെളിയിക്കാൻ നോക്ക് എന്ന് അച്ഛൻ പറയുമ്പോൾ, നിങ്ങളോടൊക്കെ സംസാരിച്ചാൽ എന്നെ വേണം പറയാൻ എന്നവളും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് എന്നോടൊന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞ പോലെ ആയാലോ എന്ന് അച്ഛൻ പറയുമ്പോൾ, നിധിയും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കഷ്ടം എന്ന് പറഞ്ഞ് അച്ഛനും ഒരു ബീഡി എടുത്ത് വലിക്കാണ്. പിന്നീട് നിധി അടുക്കള വശത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ സുധീഷും നികേഷും ഹരീഷും സംസാരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ട് നിധിയും അങ്ങോട്ട് വന്ന് ചിരിക്കെ, എല്ലാവരും സന്തോഷിച്ചിരിക്കെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചാലും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ചിരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, എന്താ ഇപ്പോൾ സംഭവിച്ചേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഇതൊക്കെ തന്നെയല്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അല്ല, സുഭാഷേൻ്റെ കല്യാണക്കാര്യം നിങ്ങൾ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറേ വീടുകളിൽ പോയി പെൺകുട്ടികളെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സുഭാഷേൻ്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, ആഗ്രഹമില്ലെന്നോ? നന്നായിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കണം. ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. അല്ല, സുഭാഷേൻ്റെ കല്യാണം നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് നിധി ചോദിക്കുമ്പോൾ, കുറേ പെണ്ണ് കണ്ട് ഒന്നും നടക്കാതായപ്പോൾ സുഭാഷേട്ടനാകെ ഡൗണായി. ഏട്ടത്തി തന്നെയല്ലേ കുറച്ച് നാൾ ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞത് എന്ന് ഹരീഷ് പറയുമ്പോൾ, ഓഹോ അപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലിട്ടല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയല്ല ഏട്ടത്തി, പറഞ്ഞു എന്ന് മാത്രം എന്ന് ഹരീഷ് പറയുമ്പോൾ, ആദ്യം നിങ്ങൾക്ക് സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന് പറ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും തലയാട്ടുമ്പോൾ, എന്തിനാ ഇങ്ങനെ തലയാട്ടുന്നേ, വാ തുറന്ന് പറഞ്ഞൂടെ എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, വേണം എന്നെല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അതിനുള്ള പണി ഇന്ന് മുതൽ തുടങ്ങിക്കോണം കേട്ടല്ലോ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ നികേഷ് നിധിയോടായി, ഏട്ടത്തി എന്താ രാവിലെ സുഭാഷേട്ടൻ്റെ കല്യാണക്കാരി എടുത്തിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങളെല്ലാവരും അത് മറന്നൊന്നും തോന്നി അതുകൊണ്ടാ എന്നവളും പറയാണ്. മറന്നിട്ടൊന്നുമില്ല ഏട്ടത്തി എന്ന് നികേഷ് പറയുമ്പോൾ, പിന്നെന്താ വേറെ ആലോചന ഒന്നും നടക്കാത്തത്? സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് നാളത്തേക്ക് അതൊന്നും നിർത്തിവെച്ചു എന്നുള്ളത് ശരിയാ. ഇനി വൈകരുത് നികേഷെ, എത്രയും പെട്ടെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നവൾ പറയുമ്പോൾ, സുധീഷേട്ടനെ ഹരീഷേട്ടനെയൊക്കെ ഞാൻ സ്ക്രൂ ചെയ്തോളാം എന്ന് നികേഷും പറയുന്നുണ്ട്. ആ ബ്രോക്കറോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റാവുന്ന എല്ലാ മാട്രിമോണിയിലും രജിസ്റ്റർ ചെയ്യണം എന്ന് നിധി പറയുമ്പോൾ, അത് ഞാൻ നോക്കിക്കോളാം, സീനില്ല എന്നവനും പറയുന്നുണ്ട്. എങ്ങനെയുള്ള ഏട്ടത്തിയമ്മ വേണമെന്നാണ് നിൻ്റെ ആഗ്രഹം എന്നവൾ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഏട്ടത്തിയെ പോലെ ഒരാൾ മതി എന്നവനും പറയാണ്. എന്നെ പോലെയോ എന്നവൾ ചോദിക്കുമ്പോൾ, അതെ, ഏട്ടത്തി എത്ര പെട്ടെന്നാണ് ഞങ്ങളായിട്ട് ജെല്ലായത് എന്നവൻ പറയുമ്പോൾ അവൾ ഒരു ചിരിയോടെ അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നടന്ന് ബസ് സ്റ്റോപ്പിലെത്താണ്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി നികേഷിനെ ശ്രദ്ധിക്കുന്നത് അവൻ കാണുന്നത്. നിനക്ക് എങ്ങനെയുള്ള കുട്ടിയാണ് വേണ്ടത് എന്ന് നിധി ചോദിക്കുമ്പോൾ, എനിക്കങ്ങനെയൊന്നുമില്ല, എന്തായാലും ഒരു വർഷം കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് മതി എന്നവൻ പറയുമ്പോൾ, ഒരു വർഷമോ ഒറ്റ കുത്തു തരും, വല്ല ജോലി നോക്കിക്കണം, ഒരു 28-29 വയസ്സൊക്കെ ആയിട്ട് മതി എന്ന് നിധി പറയുമ്പോൾ, 29ഒക്കെ വേണോ ഏട്ടത്തി, അത് ഇത്തിരി കൂടുതലല്ലേ? സുധീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഹരീഷേട്ടൻ്റെ ഇപ്പോൾ കഴിയും, സുഭാഷേട്ടൻ്റെയും നമ്മളിപ്പോൾ നടത്തും, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എന്തിനാ വൈകിക്കുന്നേ എന്നവൻ ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. പോടാ, ആദ്യം ഒരു ജോലി നോക്ക്, പിന്നെ നിൻ്റെ സുധീഷേട്ടൻ്റെ കല്യാണ കാര്യം ഇവിടെ പറയണ്ട എന്നവൾ പറയുമ്പോൾ, സോറി, ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. അവളും ഒരു ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയാണ്. നികേഷ് അതിനിടയിൽ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാണ്. അപ്പോഴേക്കും നിധിയും, നീ ഇന്ന് ലഞ്ച് എടുത്തില്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. എടുത്തു എന്നവൻ പറയുമ്പോൾ, നീ ഇടയ്ക്കിടയ്ക്ക് ലഞ്ച് എടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് എന്ന് നിധി പറയുമ്പോൾ, എൻ്റെ ഏട്ടത്തി മടുത്തിട്ടാ എപ്പോഴും ഒരേ പുളിങ്കറി സാമ്പാർ പുളിങ്കറി എന്നവൻ പറയുമ്പോൾ, ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നില്ലേടാ എന്നവളും പറയാണ്. അത് ശരിയാ, ഇനി ഞാൻ സ്കിപ്പ് ചെയ്യാതെ കഴിച്ചോളാം, ഇടയ്ക്ക് സ്റ്റൈല് മാറ്റി പിടിക്കാൻ സുഭാഷ് ഏട്ടനോടൊന്ന് എടുത്തി പറഞ്ഞാൽ മതി എന്നവനും പറയുന്നുണ്ട്. അവൻ വീണ്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കി ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കുന്നത് നിധി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി അവനെ നോക്കുന്നത് കണ്ട്, ഡാഡാ ആ പെൺകുട്ടിയായിട്ട് എന്താ ഒരു ചുറ്റിക്കളി എന്നവൾ ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാനല്ല, ആ കുട്ടിയാ എന്നെ നോക്കി ചിരിക്കുന്നേ എന്നവൻ പറയുമ്പോൾ, നിധി വീണ്ടും അവളെ ഒന്ന് നോക്കുന്നുണ്ട്. ആ കുട്ടി അവനെ നോക്കി ചിരിക്കുന്നത് കണ്ട്, അത് ശരിയാ, അല്ല നീ അവളെ നോക്കിയത് കൊണ്ടല്ലേ അവൾ നിന്നെ നോക്കുന്നത് കണ്ടത് എന്ന് നിധി അവനോടായി പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ വെറുതെ കാഷ്വലായിട്ട് നോക്കിയതാ, അപ്പോഴാ അവൾ എന്നെ നോക്കുന്നത് കണ്ടത്. ആരാ അത് എന്നവൾ ചോദിക്കുമ്പോൾ, നമ്മുടെ ഏരിയയിലുള്ളതല്ല, ഇനി പുതിയതായി വന്നതാണെന്നും അറിയില്ല എന്നവൻ പറയുമ്പോൾ, ഓഹോ അപ്പോൾ ഈ ഏരിയയിലെ പെൺകുട്ടികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടല്ലേ എന്നവളും പറയുന്നുണ്ട്.
അവനും ഒരു ചിരിയോടെ നിൽക്കുകയാണ്. അല്ല, നിനക്ക് കോളേജിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നവൾ ചോദിക്കുമ്പോൾ അതൊക്കെ പോയി ഏട്ടത്തി, അവൾക്ക് എന്നെ ബ്രദറിനെ പോലെയാണെന്ന് എന്നവൻ പറയുമ്പോൾ നിധിയോ അവനെ നോക്കി ചിരിക്കാണ്. നികേഷും ഒരു ചിരിയോടെ അവളെ നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി വീണ്ടും അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് സുധീഷും ഹരീഷും സംസാരിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്തൊരു കള്ള തിരുമാലയാ സുധീഷേട്ടൻ, ഏട്ടത്തിയായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളുടെ ആധാർ കാർഡിന്റെ കോപ്പി കയ്യിലുണ്ടായതുകൊണ്ട് ഞാനപ്പോൾ അതങ്ങ് എടുത്ത് കൊടുത്ത് കല്യാണം നടത്തി എന്നവൻ പറയുമ്പോൾ എന്നിട്ടാണോ ആ പാവത്തിനെ ആധാർ കാർഡിന് വേണ്ടി ഈ നാട് മുഴുവൻ നടത്തിച്ചത് എന്ന് ഹരീഷ് പറയുമ്പോൾ അത് പിന്നെ അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേടാ കൂട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പോലീസിനെ ഡിവോഴ്സ് ചെയ്യരുതെന്ന് എന്തിനാ പറയിപ്പിച്ചേ എന്നവൻ ചോദിക്കുമ്പോൾ അതല്ലാതെ വേറൊരു വഴിയും എനിക്ക് കണ്ടില്ലടാ എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് അവനെ ഒന്ന് നോക്കുന്നുണ്ട്. എടാ, നിധിയുടെ പിറന്നാളുണ്ടെന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് പുറത്തു പോയില്ലേ, അവളന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ എന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെ പറയാതിരിക്കുവോ, അമ്മാതിരി പണിയല്ലേ ചെയ്തു വെച്ചത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ, നീയും കൂടി ഇങ്ങനെയൊന്നും പറയല്ലേ, അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ഇത് ഇഷ്ടമൊന്നുമല്ല, ഇതൊരു തരം പിടിച്ചു വാങ്ങല എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ, ഞാൻ ആധാർ കാർഡ് കൊടുക്കാത്തത് കൊണ്ട് കാര്യമായില്ലേ, ഇല്ലെങ്കിൽ അവള് പണ്ടേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോയേനെ. ഇപ്പോൾ അവൾക്ക് നമ്മുടെ വീടും നിങ്ങളൊക്കെ ആയിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ, അവൾ ഹോസ്റ്റലിൽ പോയിട്ടും വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എങ്ങനെയെങ്കിലും സുഭാഷ് ചേട്ടനെ പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല, ഏട്ടത്തി എന്തായാലും പോകുന്ന ഉറപ്പായില്ലേ, അമ്മാതിരി പണിയല്ലേ കാണിച്ചു വെച്ചത് എന്ന് ഹരീഷ് പറയുമ്പോൾ എടാ, അതൊക്കെ ലവ് കൊണ്ടല്ലേടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇതാണോ ലവ് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാൻ കരുതി നീ പ്രേമത്തിൽ കുടുങ്ങിയപ്പോൾ എൻ്റെ കാര്യം നിനക്ക് കുറച്ചെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്, എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ എൻ്റെ സുധീഷ് ഏട്ടാ, പ്രേമമൊക്കെ തനിയെ ഉണ്ടാവണം, ഇതൊരുമാതിരി പിടിച്ചു വാങ്ങിക്കുന്ന പോലല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അവന് ദേഷ്യത്തോടെ നോക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി